ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നും പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് സ്കേറ്റിങ്ങിൻ്റെ ഇടുന്നതിനെക്കുറിച്ച്, സ്കേറ്റ് 8 മോഡലാണെന്നും അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ സ്കേറ്റിംഗ് ഇടുമ്പോൾ ഫസ്റ്റത്തെ കാര്യങ്ങൾ എല്ലാവരും വാമപ്പിൽ ആ വീഡിയോ കണ്ടില്ല, എല്ലാവരും അത് കാണുക. അത് കണ്ടാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കണ്ടിട്ട് വരിക. അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുക. അപ്പോൾ നമ്മൾ ഇന്നത്തേത് സ്കേറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ സ്കേറ്റിംഗ് ഷൂസാണിത്. നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയും പാഡാണ് നമ്മൾ ഇടേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മളെ പാഡ്സ് വന്നിട്ട് ലെഗിൻ്റെതും പിന്നെ നമ്മുടെ ഹാൻഡ്സിൻ്റെ രണ്ടെണ്ണമായിട്ടാണ് വന്നിട്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാഡ് വന്നിട്ട് ഹാൻഡിൻ്റെ ഒന്ന്. അപ്പോൾ ഇതിങ്ങനെ സ്റ്റിക്കിങ്ങിനാണ്. ചിലതുണ്ടാവും ബോ പോലെ നീറ്റാലുണ്ടാവും ടൈ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇതിവിടെ വെക്കേണ്ടി കേട്ടോ, അല്ലേ നമ്മുടെ മുട്ടുമ്മൽ വെക്കേണ്ട കാര്യമാണിത്. ഇതിമ തന്നെ ഉണ്ട് റൈറ്റും ലെഫ്റ്റും. ഞാൻ കാണിച്ചു തരാം. ഇതിമ തന്നെ ഉണ്ട് റൈറ്റും ലെഫ്റ്റും ഒക്കെ വന്നിട്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മളെ ഷൂസിൻ്റെ ലെഗിൻ്റെ കാര്യങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ നമ്മുടെ ഹാൻഡിൻ്റെയും ലെഗിൻ്റെയും കുറേ പാഡ്സ് വന്നിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ഇടേണ്ടത് നമ്മുടെ ലെഗിൻ്റെ ആണ്. അതാണ് ഫസ്റ്റ് നമുക്ക് ലെഗിൻ്റെതും ഹാൻഡിൻ്റെ ഇടാം. ഇത് ഫസ്റ്റ് നമ്മൾ ഇങ്ങനത്തെ ഈ ഒരു ഇതാണ് ഇടേണ്ടത്. അത് ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് ഇടുക. പിന്നെ ഇതിലൊരു ചെറിയൊരു ഭാഗമുണ്ട്, അത് നമ്മൾ താഴത്തേക്കാക്കി ഇടാൻ നോക്കുക. പിന്നെ ലെഫ്റ്റ് നമ്മൾ അങ്ങനെയുള്ള ആ ചിഹ്നങ്ങൾ വരുന്നത് നമ്മൾ മുകളിലോട്ടും, അല്ലാതെ സാധാരണ രീതിയിൽ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ താഴോട്ടായിട്ടാണ് ഇടേണ്ടത്. അങ്ങനെ കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ താഴത്തോട്ടായിട്ട് ഇടുകയും വേണം. അപ്പോൾ ഇതിങ്ങനെ ബാക്കിൽ കൂടി വേണം നമ്മൾ സ്റ്റിക്ക് ചെയ്യാനുള്ള ഈ ഒരു ഭാഗം എടുക്കാൻ. ബാക്കിൽ കൂടി തന്നെ എടുക്കുക. ഈ ഒരു ഇങ്ങനെയുള്ള സ്റ്റിക്കിങ് ഉള്ളത് നമ്മൾ മേലോട്ടായിട്ട് തന്നെ ഇടണം. അത് നമ്മൾ ശ്രദ്ധിക്കുക. അത് നമ്മുടെ പാഡിൻ്റെ ആ ഒരു ഭാഗം ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്കധികം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ മേലോട്ടാക്കി ഇടേണ്ടത്. അത് നോക്കിയിട്ട് തന്നെ ഇടാം. ലെഫ്റ്റും റൈറ്റും നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിന് വേറെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇതിടുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇടാം. പ്ലസ് നന്നായിട്ട് ടൈറ്റായിട്ടിടാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ നമ്മളൊന്നിങ്ങനെ ഇരുന്നു എണീച്ചു നോക്കുക. ഇതേപോലെ ഒന്ന് ഇരുന്ന് നോക്കുക. അതൊക്കെ ചെയ്യുമ്പോഴേ നമുക്കൊരു ഇത് ടൈറ്റായിട്ടിട്ട് നമ്മുടെ മുട്ടുമ്മൽ തന്നെയാണോ സാധനം ഫിക്സ് ആയി നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റും. അത് നമ്മളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ ഹാൻഡിൻ്റെ ഇടണം. ഇത് നമ്മൾ നന്നായിട്ട് ഇടുക. ഇതും അതേപോലെ തന്നെ ടൈറ്റായിട്ട് ഇടണം. എന്താ വെച്ചാൽ നമ്മൾ വിഗ്ഗുമ്പോൾ ഇതൊന്നും ഊരി പോവാതിരിക്കണം. എന്താ വെച്ചാൽ നമ്മുടെ താഴത്തെ കൈ പോയത് വിഗ്ഗുമ്പോൾ നമ്മൾ ആ ഒരു പിടിക്കുന്ന പൊസിഷനിൽ തന്നെ വിഗ്ഗുമ്പോൾ ആ ഒരു ഇതിൽ അവിടെ തന്നെ ഫിക്സ് ആയി നിൽക്കേണ്ടിയിട്ട് നന്നായി ടൈറ്റാക്കുക. പെയിനൊക്കെ ഉണ്ടാകാൻ മതി. ഇതാ ഒരു ഇതിലാണ്. എന്നാലും നമ്മളിത് ഇടുന്നതിന് വലിയൊരു പെയിൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇടുന്നത് തന്നെ. അവിടെ ഇത് എല്ലാവരും നന്നായി ടൈറ്റായിട്ട് ഇടുക. അപ്പം ഇതിനുള്ളിൽ ഇവിടെ നെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മുടെ കൈ എടുക്കാൻ. അങ്ങനെ തന്നെ ഇടാം. ഇതേപോലെ തന്നെ നല്ല ടൈറ്റ് ആക്കണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഊരി പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്താ ചിലത് സ്റ്റിക്കിങ് ആയതുകൊണ്ട് ചിലത് ബോ ആയിട്ടുണ്ടാവും. അത് ചിലപ്പോൾ ടൈറ്റായി നിൽക്കുന്നു നമുക്ക് ഉറപ്പറിയാനില്ല. അതും ടൈറ്റായിട്ട് കെട്ടണം, അല്ലാണ്ട് അത് നിൽക്കില്ലല്ലോ. ഇനി നമ്മൾ അതിന് ശേഷം നമ്മൾ ഹെൽമെറ്റ് ഇടുക. ഹെൽമെറ്റിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ചെറുതാക്കാനും വലുതാക്കാനും ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിങ്ങനെയാണ് ക്ലിപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഇതാണ് ചെറുതാക്കാനും വലുതാക്കാനുള്ള ഓപ്ഷൻ. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ചെറുതാവുന്നു, മറ്റൊരു സൈഡിലേക്ക് തിരിക്കുമ്പോൾ വലുതാവണം. ആദ്യം നമുക്ക് ബാക്ക് ചിലവർക്ക് ഓരോ രീതിയിലാണ്. അത് നമ്മുടെ രീതിയിനനുസരിച്ച് നമുക്കിത് ചെറുതാക്കാനും വലുതാക്കാനും പറ്റും ഇതിൻ്റെ ഹെൽമെറ്റ്. അങ്ങനെ ഈ ഓപ്ഷൻ വെച്ച് നമുക്ക് ചെറുതാക്കുകയും വലുതാക്കുകയും ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ബെൽറ്റ് ആക്കിയിട്ട് നിങ്ങൾ ഇവിടെയും ഒരു ഇതുണ്ട്. നമുക്കിങ്ങനെ ചെറുതാക്കാം വലുതാക്കാം ഓപ്ഷൻസ് ഉണ്ട്. ഇത് രണ്ട് ഭാഗത്തും ഉണ്ട്. നന്നായിട്ട് ക്ലിപ്പ് ചെയ്യുക. അതും ഹെൽമെറ്റ് നന്നായിട്ട് ക്ലിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഊരിപ്പോയി നമ്മുടെ ഹെഡിന് നന്നായി പ്രോബ്ലംസ് വരും. അതുകൊണ്ട് എല്ലാവരും ഇതും നന്നായി ക്ലിപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ നെക്കിന് പ്രോബ്ലംസ് ഇല്ലാത്ത രീതിയിൽ വേണം ക്ലിപ്പ് ചെയ്യാൻ. നെക്കിനൊന്നും അടിയൊന്നും കൊണ്ടുപോകരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതും കെയർഫുള്ളായിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഷൂസ് ഇടണം. ഷൂസ് ഇട്ടിട്ട് നമ്മുടെ ഹാൻഡിൻ്റെ ഒരു ലാസ്റ്റ് ഉള്ളത് ഇടാവും. അപ്പോൾ നമ്മൾ ഷൂസ് ഇടുമ്പോൾ ഇതിൽ വേറെയും കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് നമ്മുടെ അതിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇത് രണ്ടും റൈറ്റിന് മാത്രമേ നമുക്ക് വീലുണ്ടാവും, അല്ല ബ്രേക്ക് ഉണ്ടാവും. അപ്പം കുറേ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ സഹകരിക്കണം. അപ്പം ബ്രേക്ക് റൈറ്റിന് മാത്രമേ ഉണ്ടാവും. എന്താ വെച്ചാൽ അതൊരു ലെഗിന് നമ്മൾ ഒരു ലെഗ് ബാലൻസ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഫസ്റ്റ് പഠിക്കുന്ന കുട്ടികൾ ഈ ഒരു രീതിയിലല്ല ടയർ വേണ്ടത്. അതിൻ്റെ ഒരു ചെറിയ ഏത് രീതിയിലാണ് മോഡലാകാൻ വേണ്ടിയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഒരു ക്ലിപ്പ് കൊടുക്കുക. അതെല്ലാവരും പോയി ഒന്ന് കാണുക. അത് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അന്ന് എല്ലാവരും ഒന്ന് മുഴുവൻ കാണുക. അപ്പോൾ
എല്ലാവരും ഒന്ന് വ്യൂസൊക്കെ കൂട്ടിത്തരാം. അപ്പോൾ നമ്മൾ ഇതൊരു സ്റ്റിക്കിങ് ഉണ്ട്. 1 എന്ന് പറഞ്ഞാൽ സ്മോളാണ്, 2 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബിഗ്, പിന്നെ 3 എന്ന് പറഞ്ഞാൽ നല്ലോണം കുറച്ച് വലിയ ബിഗ് ആയിരിക്കും. ഇത് നമ്മുടെ ഉള്ളിലത്തെ സൈസ് എനിക്ക് 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസാണോ അത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതിവിടെ പ്രസ് ചെയ്യുമ്പോൾ ഇത് കുറേ ഉണ്ട്. പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തരെ അളവിനനുസരിച്ച് നിങ്ങളുടെ ഒരു ഫാറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ്. പിന്നെ ഇത് നന്നായി ടൈറ്റ് ആക്കണം. ഇതും ഊരി പോകാൻ പാടില്ല നമ്മൾ വിഗും വെക്കാം. അതുകൊണ്ട് ഇത് ഈ ഒരു രീതിയിൽ ടൈറ്റായി വെച്ചാൽ എല്ലാവരും വിചാരിക്കും ഇത് ടൈറ്റായിരുന്നു. ബട്ട് ഈ ഒരു കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ട്. അത് നമ്മൾ പ്രസ് നന്നായി ചെയ്യുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പൊട്ടുമോ, ഒരു ഒച്ച വെക്കുക, അത് പൊട്ടിയത് ആരൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് പ്രസ് ചെയ്താലേ നമുക്കത് നന്നായിട്ട് നമുക്ക് ടൈറ്റായി നിൽക്കും. അല്ലെങ്കിൽ അത് ഊരിപ്പോയി നമ്മുടെ ലെഗിന് വരെ സ്ക്രാച്ചസ് വരും. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇത് നന്നായി ടൈറ്റായിട്ട് നിങ്ങളുടെ ലെഗ് ആദ്യം നമ്മൾ ഇടുമ്പോൾ നല്ല ലൂസായിട്ട് ഇടുക. ഇട്ടതിന് ശേഷം നമുക്ക് ആവുന്നത്ര നിങ്ങൾ ടൈറ്റാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളത് നന്നായി ടൈറ്റാക്കിയിട്ട് ഇത് യൂസ് ചെയ്യാവും. അതുകൊണ്ട് തന്നെ നമുക്കധികം പ്രോബ്ലംസ് ഇല്ലാതിരിക്കും. അപ്പോൾ നമ്മളിതങ്ങനെ ഇടാണ്. റൈറ്റും ലെഫ്റ്റും നോക്കിയിട്ട് തന്നെ ഇടണം, എന്നാലും മനസ്സിലാവും. നമ്മൾ ബ്രേക്കൊക്കെ എല്ലാം നമുക്ക് ഓർമ്മയുള്ള രീതിയിൽ നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്തതിലുള്ളത് നമ്മൾ എപ്പോഴും ഓർമ്മിച്ചേക്കണം, അല്ലെങ്കിൽ നമ്മളോട് തെറ്റിപ്പോവും. നമ്മൾ പിടിക്കുന്നത് നമ്മൾ വിൽക്കാൻ മതി. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ശ്രദ്ധിക്കുക. റൈറ്റിലാണോ ലെഫ്റ്റിലാണോ നമ്മുടെ ഈ ബ്രേക്കുള്ളത്, റൈറ്റിലാണ് എല്ലാവരും ഒന്ന് ഓർമ്മിച്ചേക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാവരും ഇതേപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കട്ടോ. എന്നാലേ നമുക്ക് നല്ലോണം ഓട്ടാൻ കഴിയും. പിന്നെ നമ്മൾ നമ്മുടെ ഒരു സൈസിനനുസരിച്ച് ടൈറ്റ് ആക്കണം. നന്നായിട്ട് ഇത് അടിക്കുക. ഫസ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോൾ ഗ്രാസ് ആട്ടോ നല്ലത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഗ്രാസ് അല്ലെങ്കിൽ നിങ്ങൾക്കെല്ലാം മാറ്റ് ഇട്ടാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അത് നമുക്ക് ഷൂസൊക്കെ ഇടാം. ഇനി നമ്മൾ ഹാൻഡിൻ്റെ ലാസ്റ്റ് നമ്മുടെ ഒരു ഹാൻഡ് വന്നിട്ട് ഒരു പാഡ് കൂടെ ഉണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്യേണ്ട മോഡൽ ഞാൻ കാണിച്ചു തരാം. ഇതും ലെഫ്റ്റ് റൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നമ്മളോട് മാറിപ്പോവും. ഇത് ഇടേണ്ട മോഡൽ മാറിപ്പോയത് ഇതേപോലെ ഇടാൻ പാടില്ല, ബാക്കോട്ട് ആവരുത് ആ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഒരു ക്ലിപ്പ് പോലെ സാധനം ഉണ്ട്, അത് ബാക്കോട്ട് ആവരുത്. ഇത് നമ്മൾ ഫ്രണ്ടിൽ ഹാൻഡിൽ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. ഫ്രണ്ടിലോട്ട് തന്നെ ആക്കുക. അത് നമ്മൾ ലെഫ്റ്റ് റൈറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളത് നോക്കിയിടുക. അപ്പം ഇതേപോലെ നന്നായിട്ട് വലിച്ച് സ്റ്റിക്ക് ചെയ്യണം. അത് ഊരി പോകാനുള്ള സാധ്യത വളരെ കൂടെ. നന്നായിട്ട് പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമ്മളിതൊന്ന് റെഡി ആവും. അങ്ങനെ നമ്മൾ 2 കൈ ഇടണം. അപ്പം നമ്മളിങ്ങനെ എണീക്കുക. ഇത് ഗ്രാസ് നാകുമ്പോഴായിരിക്കും നമുക്ക് കുഴപ്പമില്ലാണ്ട് നല്ലോണം എണീക്കുക കഴിയുക. അല്ലാണ്ട് നമ്മളൊരു അല്ലാതെ പരന്ന ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്തൊക്കെ എണീക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ബാക്കോട്ട് വെക്കാൻ മതി. അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ പൊസിഷൻ നമ്മൾ നന്നായിട്ട് കുഞ്ഞെന്നെ വെക്കുക. ഇനി നടക്കാനൊക്കെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമ്മൾ പുല്ലിക്കൂടി തന്നെ നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്നാൽ ഈ ഒരു രീതി നമ്മൾ ടേൺ ചെയ്തിട്ട് നമ്മുടെ ബോഡി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേ രീതി വെക്കുമ്പോൾ കൈ നമ്മുടെ ബാലൻസ് ചെയ്യുന്ന തന്നെ നമ്മുടെ ബോഡീൻ്റെ ഹിപ്പ് നമ്മുടെ ഹാൻഡ്സും ആണ്. ഇതേ മോഡലാണ് നമ്മൾ പോവേണ്ടത്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതേ മോഡലിൽ തന്നെ നിങ്ങൾ പോകാൻ ശ്രമിക്കുക. നമുക്ക് ഇനി ഈ ഒരു രീതി ഗ്രാസ് നമുക്ക് കുറച്ച് സിമ്പിളായിരിക്കും. ഫസ്റ്റ് പഠിക്കുമ്പോൾ ഗ്രാസ്, പിന്നെ നമ്മൾ നല്ലോണം മാറണം. അല്ലാതെ നമുക്ക് ഇത് ഗ്രാസ് തന്നെ ആകുമ്പോൾ നമ്മളിത് റിപ്പീറ്റ് അടിച്ച് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും ഇത് ക്ലിയർ ആയി വരും. നമുക്കത് ചെയ്യാം. ഇതേപോലെ തന്നെ നമ്മൾ ഈ കുഞ്ഞിൽ നിന്ന് നമ്മൾ വിഗുമ്പോൾ ഫ്രണ്ടിലോട്ട് വേണം വിൽക്കാൻ. ഈ ഒരു 2 കൈയിന് മുട്ട നമ്മൾ നിലത്ത് കൊള്ളിച്ച് ഈ ഒരു പൊസിഷനിൽ വേണം വിൽക്കണം. ഇനി നമ്മൾ എണീക്കാനും പഠിക്കണം. ഫസ്റ്റ് ഇങ്ങനെ ഒരു ലെഗ് ലെഫ്റ്റ് നമ്മളിങ്ങനെ വെക്കുക. നെക്സ്റ്റ് ബാക്ക് നമ്മൾ കൈ അവിടെ പുഷ് ചെയ്തതിന് ശേഷം ബാക്ക് നമ്മൾ വെക്കുക, എന്നിട്ട് വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബാക്ക് നമ്മൾ ടയർ ഇത് നമ്മൾ ബാക്കോട്ടായി പോയി നമ്മൾ വിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമ്മൾ ലെഗ് ഒന്ന് ലെഫ്റ്റ് നമ്മൾ പൊന്തിക്കുക. ഇനി നമ്മൾ ഇങ്ങനെ എണീക്കുന്നവരുണ്ട്, ഇത് റോങ് ആണ്. ഇങ്ങനെ എണീച്ചാൽ നമുക്ക് ഇതേപോലെ 2 ഭാഗത്തേക്കും വിൽക്കും. അപ്പോൾ നന്നായി സ്ക്രാച്ചസ് ഉണ്ടാവാൻ മതി. എല്ലാവരും അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമ്മൾ വിൽക്കുന്നത് ഫ്രണ്ടിലോട്ട് തന്നെ ആവണം. അല്ലെങ്കിൽ ഇത് ലെഫ്റ്റിലോട്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലോട്ടോ വിൽക്കുക. ഒരു കാരണവശാലും ആരും ബാക്കോട്ട് വിൽക്കരുത്. അത് നമുക്ക് നന്നായി സ്ക്രാച്ചസ് ഉണ്ടാവും. അതെല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ വിൽക്കുക എണീക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ തൂണിൻ്റെ അടുത്തൊക്കെ വന്നായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ എയും വിയും ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ പൂച്ചനെ കണ്ടു, ആളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അതിനൊന്ന് നോക്കി. അപ്പോൾ നമ്മൾ ഇതാണ് എ, ഇനി വി ഇത് ഈ ഒരു ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നമ്മളൊരു തൂൺ പിടിച്ച് ചെയ്യുക. ആകുമ്പോൾ നമുക്ക് അധികം സ്ക്രാച്ചസ് ഇല്ലാതിരിക്കും, വേദനകളും നമ്മൾ വിൽക്കാതിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് തൂൺ പിടിച്ചാൽ ചെയ്യുക. ഇനി നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഇതാണ്. നന്നായിട്ടൊരു ഇരിക്കുന്ന ഒരു
W ഷേപ്പ് എന്ന് വേണേൽ പറയാം കേട്ടോ. ആ രീതി നമ്മൾ കൈ നന്നായിട്ട് വീശണം, അല്ലെങ്കിൽ നമുക്ക് കൈയും നമ്മുടെ ഹിപ്പാണ് നമ്മളെ ബാലൻസ് ചെയ്യുന്നതിന്. അതുകൊണ്ട് തന്നെ അത് നന്നായി ശ്രദ്ധിച്ച് ഈ ഒരു മോഡലിലാണ് നിങ്ങൾ നിൽക്കാൻ. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കുക. ഇനി നമ്മളിതാ തൂണൊക്കെ പിലോസ് വിട്ട് നമ്മൾ നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇതാ ഇതേപോലത്തെ ഈ ഒരു V ആണ് നമ്മൾ ഓട്ടേണ്ട ഷേപ്പ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഒരു കാരണവശാലും നമ്മൾ മുട്ട് തമ്മിൽ ചേർന്ന് മുട്ടരുത്. അത് മുട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് വേദനകൾ നമ്മൾ വിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഈ ഒരു രീതിയിലാണ് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക് ഉള്ളത് ബാക്കിലോട്ടും അതിന് ഫ്രണ്ടിലോട്ടായിട്ട് വേണം നമ്മുടെ അല്ലാത്തത് വരാൻ. എന്നാലേ ബ്രേക്ക് നമ്മൾ അവിടെ നിൽക്കും. പിന്നെ ഇത് നമുക്ക് പോകുന്നതിന് പകരം നമ്മൾ അതിന് സൈഡിലോട്ടായിട്ട് വെക്കണം. ഇനി ഈ ഓട്ടം നന്നായി നമ്മൾ ശ്രദ്ധിക്കുക. വി പിന്നെ കൈ നന്നായിട്ട് നമ്മൾ വീശണം. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് തൂണിൻ്റെ അടുത്തുകൂടി തന്നെ നിങ്ങളൊന്ന് ഫസ്റ്റ് നമ്മൾ തൂണെടുത്തിട്ട് ഓട്ടി പിന്നെ നമുക്കൊരു പിടുത്തൊക്കെ വന്നാൽ നമ്മൾക്ക് വേണമെങ്കിൽ അല്ലാണ്ട് വിട്ടോട്ട്. അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ പില്ലോ അങ്ങനെ തൂണൊന്നും ഇല്ലാത്തടത്ത് നമ്മൾ പോയി ഓട്ടാനും നിൽക്കരുത്. അപ്പോൾ നമുക്ക് സ്ക്രാച്ചസും നമുക്കെല്ലാം മുറിവ് ഉണ്ടാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഷേപ്പ് തന്നെ നമ്മൾ വെക്കണം. എന്താ വെച്ചാൽ ഈ ബ്രേക്ക് ഒരു ലെഗിനായതുകൊണ്ടുള്ളത് നമ്മൾ നന്നായി നമ്മുടെ ഒരു ബ്രേക്കുള്ള ലെഗിനെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് മറ്റേത് നമ്മൾ അതേപോലെ തന്നെ അത് അവിടെ ബ്രേക്കിൻ്റെ ഒരു ഫ്രണ്ടിലോട്ടായിട്ട് വെക്കുക. എന്നാൽ ബ്രേക്ക് ഇരുന്നുകൊണ്ട് അതിന് മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് ബ്രേക്കിനോണ്ട് അത് അവിടെ സ്റ്റക്കായി നിൽക്കും. അതുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇതേപോലെ ഒരു രീതിക്ക് വേണം റൗണ്ട് അടിക്കാൻ ഈ ഒരു ഷേപ്പിൽ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നന്നായിട്ട് ടയേർഡാവാൻ മതി. എന്നാൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് സ്പീഡിൽ ഓട്ടാൻ കഴിയും. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ ഇങ്ങനെ പോവുക. നമ്മളിനി വളയേണ്ടത് എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. ഈ മെത്തേഡ് ഇതേപോലെ തന്നെ നമ്മളൊരു റൈറ്റ് നമ്മൾ ഈ ഒരു ഷേപ്പിലേക്ക് പോവുക. അതേപോലെ തന്നെ അത് ക്രോസ് ആയിട്ട് നമ്മുടെ ലെഫ്റ്റും കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് വളയാൻ പറ്റും. അത് നമുക്ക് അങ്ങനെ റൗണ്ട് അടിക്കാൻ വരെ പറ്റും. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ വീകാൻ എല്ലാവർക്കും സാധ്യതയുണ്ട്. ഞാൻ വീണ്ടും കാണിച്ചു തന്നാണ് എക്സാമ്പിൾ. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ ഈ ഒരു V ഷേപ്പിലാണ് പോകേണ്ടത്. ഇത് ഞാൻ കാണിച്ചു തരാം. എന്താ ഇതേപോലെ വളയുകയും ചെയ്യുക, V ഷേപ്പ് പോവുകയും ചെയ്യുക. അപ്പോൾ ഈ V നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ വളയുമ്പം ആ ഒരു V വലിയൊരു വാല് പോലെ റെഡിയാക്കി പോയാലും മതി. അതാണ് ഇതിൻ്റെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് പറയണം. ഇങ്ങനത്തെ എന്ത് വീഡിയോ ആണെങ്കിലും നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു രീതി ഇനി ഞാനൊന്ന് സ്പീഡിലോട്ടി കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ഒരു V ഷേപ്പിൽ റൗണ്ട് അടിക്കാൻ നോക്കുക. ഇന്ന് ഞാനിപ്പം ഇങ്ങനെ കുറച്ച് സ്ലോലി ആയത് ഇവിടെ ബീച്ചായതുകൊണ്ട് ഇത് ചെറിയ പ്രോബ്ലംസ് ഉണ്ടാവും. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ക്ലിപ്പാണിത്. അപ്പോൾ ഈ ക്ലിപ്പ് എല്ലാവരും ഒന്ന് കാണുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ വീല് വന്നിട്ട് വരിക. ഫസ്റ്റ് തന്നെ 2 ഫ്രണ്ടിലും 2 ബാക്കിലും ആയിട്ടാണ് ഇത് വരുന്നത്. എല്ലാവരും വീൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഷോപ്പിലൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ആക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അങ്ങനെ ആക്കി ഫസ്റ്റ് പഠിക്കുമ്പോൾ ഈ ഒരു രീതിക്കാണ് യൂസ് ചെയ്യാവുന്നതാണ്. ബാലൻസ് ആയിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ Aയും Vയും ഇതുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പം ഇനി എന്താ ഞാൻ ബീച്ചിൽ നിന്നാണ് നമ്മളിത് ഓട്ടുന്നത് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ടാണ് ഞാനിതൊന്ന് കാണിച്ചു തന്നത് ക്ലിപ്പ്. അപ്പോൾ അതാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റഗ്രാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ID ലിയാഷെരീസ് എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും സ്പോർട്സ് പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ അങ്ങനത്തെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വുഷുവിൻ്റെതായാലും കുംഫുവിനായാലും അങ്ങനത്തെ മറ്റു വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ അങ്ങനെ വിടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ വിജയിപ്പിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് കുറച്ച് വ്യൂസൊക്കെ കൂട്ടി തരിക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ നിങ്ങൾ ചെയ്തു തന്നെ ഒരു കൂട്ടിത്തരും വ്യൂസ്. സൈനിങ് ഓഫ് ലിയ ഷെരീഫ്.